കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു വാക്യം വായിക്കട്ടെ. സങ്കീർത്തനം 34:4. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഭയം എല്ലാവരിലും ഉള്ള ഒരു ബാഡ് ഫീലിംഗ് ആണ്. ഇതെവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ആദിമ പാപം തന്നെയാകണം അതിന് കാരണം. അവിടെ മുതൽ തന്നെ അത് നമ്മൾ ബൈബിളിൽ കാണുന്നു. അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് തന്നെയാണ് അത് തുടക്കം. പക്ഷേങ്കിൽ യേശു ഹൃദയത്തിലുള്ളതായ ദൈവത്തിൻ്റെ മക്കൾക്ക് ഒട്ടും അത് ചേർന്നതേ അല്ല എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ ഞാനായാലും വീണു പോകുന്നുണ്ട്. ഭയം ഒരു വിഷയമാണ്, പക്ഷെ അതിനെ ഓവർകം ചെയ്യേണ്ടി ഇരിക്കുന്നു. ഏതെല്ലാം രീതിയിലുള്ള ഭയമാണുള്ളത്? ഒന്ന്, എൻവയൺമെൻ്റൽ ഫിയർ, പരിതസ്ഥിതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന പല അത്യാഹിതങ്ങൾ, ആക്സിഡൻസ്, ഡേഞ്ചേഴ്സ്, അതിനെ നിന്ന് നമുക്കുണ്ടാകുന്ന ഭയമാണ്. കൂടുതൽ മാധ്യമങ്ങളിലൂടെയാണ് അത് നമ്മളെ കാണുന്നത്. വലിയ ഭൂമികുലുക്കം അല്ലെങ്കിൽ വലിയ വെള്ളപ്പൊക്കം വന്നിട്ട് വീടിടിഞ്ഞ് വീഴുക, അല്ലെങ്കിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് അങ്ങനെയുള്ളതായ അപകടം, അല്ലെങ്കിൽ വാഹനത്തിൽ തന്നെ ഉണ്ടാകുന്ന ഉണ്ടായി ആക്സിഡൻ്റ് ഉണ്ടായി അങ്ങനെയുള്ളതായ അപകടം. ഇങ്ങനെ അതുപോലെ തന്നെ വലിയൊരു മരം നിൽക്കുന്നു, അയ്യോ മഴ ഭയങ്കരമായി കനക്കുന്നു, അത് നമ്മൾ വീട്ടിലേക്ക് ഒടിഞ്ഞ് വീഴുമോ, ഇങ്ങനെയൊക്കെയുള്ള ഭയമുണ്ട്. ഈ വക ഭയം സ്വാഭാവികമല്ലേ, എല്ലാവർക്കും ഉണ്ടതൊക്കെ. പക്ഷേങ്കിൽ അതിനെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ വാസ്തവത്തിൽ അതിജീവിക്കേണ്ടതുണ്ട്. നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ കൂടെ യേശു ക്രിസ്തു യാത്ര ചെയ്യണം. നമ്മുടെ കൂടെ യേശു കർത്താവ് യാത്ര ചെയ്യുന്നു. ആ ബോട്ടിൽ യാത്ര ചെയ്തതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. യേശു ക്രിസ്തു ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം നശിച്ചു പോകത്തില്ല, നമ്മൾ വിജയകരമായി തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ. അത് നമ്മൾ ഓർക്കണം. അടുത്തതായിട്ട് ഗോലിയാത്തുകളിൽ നിന്നുള്ളതായ ഭയമാണ്, ഗോലിയാത്ത് സ്പിയർ. അത് ആരാണ്? നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരാകാം, നമുക്ക് ശത്രുതയോടെ പെരുമാറുകയും ഉപദ്രവിക്കുകയും ത്രട്ടൻ ചെയ്യും, ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതാകാം. ഓഫീസിൽ ഹയർ ഒഫീഷ്യലായിരിക്കാം ചിലപ്പം, അല്ലെങ്കിൽ പുറമേ തന്നെ നമ്മോട് ഇന്ന് എത്ര മദ്യപാനികളും എത്ര ആളുകൾ മറ്റുള്ളവർ ഉപദ്രവിക്കും. ഒന്ന് അല്പം പോലും ചൂടായി മനുഷ്യരോട് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. പെട്ടെന്നാണ് അവർ പ്രതികരിക്കുന്നത്, ഉടനെ അടിയാൻ വീഴുന്നു. മനുഷ്യരെ ഗോലിയാത്തുകൾ ഇന്ന് ധാരാളം പരിഹരിക്കാൻ ലോകം. പക്ഷേ എങ്കിൽ അവിടെയും നമ്മളെ ഭയപ്പെടേണ്ട. കാരണം കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ഇതിൻ്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അത് തീരുമാനം കൊടുക്കാം. കർത്താവ് യേശു ക്രിസ്തു മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ 44 പറയുന്നത്, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് നിങ്ങൾ പ്രാർത്ഥിപ്പിൻ എന്നാണ്. പിന്നെ അവരെ സഹായിക്കണം, അവരെ സ്നേഹിക്കണം, ശത്രുവിനെ സ്നേഹിക്കുക, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ദാവീദ് ഗോലിയാത്തിനെ വീഴ്ത്തിയതും 5 കല്ലുകളും ഉണ്ടാകും. ആ 5 കല്ലുകളെ കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്നറിയുമോ? സ്നേഹം, സമാധാനം, ദീർഘക്ഷമ, ദയ തുടങ്ങിയതായ നല്ല നല്ല സ്വഭാവങ്ങളാകുന്ന കല്ലുകളുകൊണ്ടാണ് കീഴ്പ്പെടുത്തിയത്. 5 എടുത്തത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 വില്ലന്മാർ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. എന്നാലും 1 സ്നേഹത്തിൻ്റെ കല്ലെറിഞ്ഞപ്പോൾ തന്നെ അവൻ ശത്രു വീണു. നമുക്കും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ദൈവത്തിൻ്റെ കുഞ്ഞ് നമ്മെ ഉപദ്രവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരെ സഹായിക്കുവാനായിട്ട് തക്കം പാർത്തിരിക്കുകയും ചെയ്യണം. അങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഏറ്റവും ഒടുവിലത്തതായിട്ടുള്ളത് ടുമാറോസ് ഫിയർ, നാളെയെക്കുറിച്ചുള്ള ഭയം. അത് എന്നതാണ്? നമ്മൾ വയസ്സായി വരുമ്പോൾ അതേക്കുറിച്ചുള്ളതായ ഭയം. മക്കള് അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ കല്യാണം നടക്കാതിരിക്കുന്ന സമയത്ത് അതേക്കുറിച്ചുള്ളതായ ഭയം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടേതായ പഠിത്തം നേരെ അതിനുള്ള അഡ്മിഷൻ കിട്ടുക, ഇങ്ങനെയുള്ളതായ ഒരുപാട് ഭാരം. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഭാരം
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്ന് വെച്ചാൽ ചുമടെടുക്കുന്നവരെന്നല്ല, മനസ്സിന് വിഷമം ഉണ്ടാവരെ എല്ലാവരും എൻ്റെ അടുക്ക് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവ് തന്നെ ഉള്ളൂ നമുക്ക്. നാളെക്കുറിച്ച് നമുക്ക് വിചാരപ്പെടേണ്ട. യേശു കർത്താവ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ നമ്മൾ എന്തോ കാണുന്നത്? നാളെക്കുറിച്ച് നീ വിചാരപ്പെടരുത്. ഓരോ ദിവസവും നമുക്ക് ഭാരങ്ങളുണ്ട്. ആ ഭാരം ചുമന്നാൽ നാളത്തെക്കുറിച്ചുള്ള ഭാരം ഇന്ന് ചുമക്കണ്ട, നാളെ ചുമക്കാം എന്താ. അതുകൊണ്ട് അന്നുള്ള ഭാരങ്ങൾ ചുമന്നുകൊണ്ട് കർത്താവിനോടൊപ്പം ചേർന്ന് വിജയകരമായിട്ട് മുന്നോട്ട് പോകണം. ക്രിസ്ത്യാനി വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കും. ഈ വാക്യം ഞാൻ ആദ്യം വായിച്ചില്ലേ, സങ്കീർത്തനം 34:4. ആ വാക്യമാണ് അബ്രഹാം ലിങ്കനെ മഹാനാക്കിയത്. അദ്ദേഹം 30 വർഷത്തിലധികം കിടന്ന് കഷ്ടപ്പെട്ട് ഭയപ്പാടിൻ്റെ നടുവിലാണ് അദ്ദേഹം ഒരു വലിയ മഹാനായ പ്രസിഡൻ്റായി. അത് അങ്ങനെ ആക്കി തീർത്തത് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ 34-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യമാണ്. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, ഭയചകിതരായിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്, ധൈര്യത്തോട് ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.